മഞ്ഞളും അടങ്ങുന്ന മസാലകൾ വിറ്റിരുന്ന ഒരു കുടുംബം ഇന്ന് സമ്പാദിക്കുന്നത് മിനിറ്റിൽ 3 കോടിയോളം രൂപ. ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒരാളായ വാൾമാർട്ടിന്റെ സാഹസികത നിറഞ്ഞ വിജയഗാഥയാണ് ഈ റിപ്പോർട്ട്. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എന്ന തരത്തിലുള്ള വളർച്ചയാണ് വാൾമാർട്ടിനും കുടുംബത്തിനും ഉണ്ടായത്. ഉപ്പും മഞ്ഞളും വിറ്റിരുന്ന കുടുംബം ഇന്ന് ലോകത്തെ നമ്പർ 1 മാറിയതും കഠിന പ്രയത്നത്തിലൂടെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സാമ്രാജ്യമായി വാൾമാർട്ടിനെ മാറ്റിയത് സാം വാൾട്ടനും. വാൾട്ടൺ കുടുംബം എന്ന് പറഞ്ഞാലൊന്നും ഒരുപക്ഷെ നമുക്ക് പരിചിതമായി തോന്നില്ല. പക്ഷേ വാൾമാർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായ വാൾമാർട്ടിന്റെ ഉടമസ്ഥരാണ് ഈ വാൾട്ടൺ കുടുംബം. ഇ കൊമേഴ്സ് വമ്പന്മാരായ ഫ്ലിപ്കാർട്ട് വഴി ഈ കുടുംബം ഇന്ത്യയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലൂംബെർഗിന്റെ ഏറ്റവും പുതിയ വേൾഡ്സ് റിച്ചസ്റ്റ് ഫാമിലി 2024 പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് വാൾട്ടൺ കുടുംബം. അതെ, ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് കുടുംബം. റിപ്പോർട്ടുകൾ പ്രകാരം വാൾട്ടൺ കുടുംബത്തിന്റെ നിലവിലെ ആസ്തി ഏകദേശം $432.4 ബില്യൺ ആണ്. ഇത് ലോക കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ $416.8 ബില്യൺ മറികടന്നിരിക്കുകയാണ്. വ്യക്തിഗത ആസ്തിയിൽ മസ്ക് രാജാവാണെങ്കിൽ കുടുംബത്തിന്റെ ശക്തിയിൽ അത് വാൾട്ടൺ തന്നെയാണ്. ഇന്ത്യൻ കോടീശ്വരന്മാരായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും വാൾട്ടൺ കുടുംബത്തിന്റെ അടുത്തുപോലും വരില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയാണ് വാൾമാർട്ട്. സാം വാൾട്ടൺ ആണ് ഈ വടവൃക്ഷത്തിന്റെ വിത്ത് പാകിയത്. ഉപ്പും മഞ്ഞളും കുറഞ്ഞ വിലയ്ക്ക് വിറ്റിരുന്ന ഒരു ചെറിയ കടയായി തുടങ്ങിയ സംരംഭമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നത്. താഴ്ന്ന വരുമാനമുള്ള കുടുംബത്തിൽ ജനിച്ച സാം വാൾട്ടൺ വളരെ ചെറുപ്പം മുതൽ തന്നെ ചെറിയ ജോലികൾ ചെയ്തിരുന്നു. അയൽപക്കത്ത് പോലും പത്രങ്ങൾ വിതരണം ചെയ്തായിരുന്നു തുടക്കം. അധികം വൈകാതെ അദ്ദേഹം ഒരു റീറ്റെയിൽ സ്റ്റോറിൽ സെയിൽസ്മാനായി ജോലി ആരംഭിച്ചു. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. തുടർന്ന് ഉപ്പും മഞ്ഞളും വിൽക്കുന്ന ബിസിനസ്സിൽ ധാരാളം ലാഭം നേടാൻ കഴിയുമെന്ന് കണ്ടെത്തി. മത്സര വിപണിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തന്ത്രങ്ങൾ വേണമെന്ന് സാം മനസ്സിലാക്കി. ഡിസ്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വാൾമാർട്ട് സ്ഥാപിച്ചു. ഡിസ്കൗണ്ടുകൾ വളരെ വേഗം ക്ലിക്കായി. ഇതോടെ ബിസിനസ് വളർന്നു. ഇന്നും വാൾമാർട്ടിന്റെ ഏറ്റവും വലിയ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡിസ്കൗണ്ട് തന്ത്രങ്ങൾ തന്നെയെന്ന് പറയാം. ചെറുതെങ്കിലും മികച്ച തുടക്കമാണ് വാൾമാർട്ടിന് ലഭിച്ചത്. ഈ തുടക്കം മുതലെടുക്കാൻ ആ കുടുംബത്തിന് സാധിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റായി ഇത് മാറി. $648.1 ബില്യൺ ആണ് വാൾമാർട്ടിന്റെ വാർഷിക വരുമാനം. പ്രതിദിന വരുമാനമാകട്ടെ $473.2 മില്യൺ. അതായത് വാൾട്ടൺ കുടുംബം മിനിറ്റിൽ ഏകദേശം 3 കോടിയിലധികം രൂപ സമ്പാദിക്കുന്നു. ലോകമെമ്പാടും 10,600-ലധികം സ്റ്റോറുകൾ ഇന്ന് വാൾമാർട്ടിനുണ്ട്. ഇനി എന്താണ് സാം വാൾട്ടൺ ഈ വാൾമാർട്ടിന് നൽകിയ വിജയ വഴികൾ എന്നുകൂടി പരിശോധിക്കാം. ആ കഥ തുടങ്ങുന്നത് 1962-ലാണ്. ഒരു കർഷകന്റെ മകനും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദധാരിയുമായിരുന്ന സാം വാൾട്ടൺ അരിസോണയിലെ റോജേഴ്സിൽ നിന്ന് ഡിസ്കൗണ്ട് സ്റ്റോർ ആരംഭിച്ചതാണ് വാൾമാർട്ടിന്റെ തുടക്കം. അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് സാധ്യമായ ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു വാൾട്ടന്റെ ലക്ഷ്യം. ഡിസ്കൗണ്ട് സ്റ്റോർ ബിസിനസ് മോഡലിലായിരുന്നു ആരംഭിച്ചത്. സാം വാൾട്ടന്റെ ചിന്ത വളരെ ലളിതമായിരുന്നു. ആളുകളെ പണം ലാഭിക്കാൻ സഹായിക്കുക. അതുവഴി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ജീവിക്കാനാകും. വാൾമാർട്ടിന്റെ ടെലിവിഷൻ പരസ്യങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഓൾവേസ് ലോ പ്രൈസസ് എന്ന വരികളിലൂടെയായിരിക്കും. വർഷമേറെ കഴിഞ്ഞിട്ടും വാൾമാർട്ട് തങ്ങളുടെ സ്ഥാപനം യഥാർത്ഥ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ വാൾമാർട്ടിന് കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ്? വാൾമാർട്ടിന്റെ വ്യത്യസ്തമായ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജിയാണ് ഇതിന് അവരെ സഹായിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ഉൽപാദകരായി നേരിട്ട് പ്രവർത്തിച്ച് വാൾമാർട്ട് ചെലവ് കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നു. വിൽപ്പനക്കാരുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നു. ഇതിനായി വെൻഡർ മാനേജ്ഡ് ഇൻവെന്ററി എന്ന പ്രത്യേക ബിസിനസ് മോഡലാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. വിൽപ്പനക്കാരും റീറ്റെയിലർമാരും ഒരുമിച്ച് റിസ്ക്കും നേട്ടവും പങ്കുവയ്ക്കുന്ന രീതിയാണിത്. വാൾമാർട്ട് തങ്ങളുടെ സ്റ്റോറുകൾ തുറക്കാൻ കൂടുതലായി തിരഞ്ഞെടുത്തത് ഗ്രാമപ്രദേശങ്ങളെയായിരുന്നു. അവിടെ വാൾമാർട്ടിന് സമാനമായ സ്റ്റോറുകൾ ഇല്ല എന്നതായിരുന്നു കാരണം. ചെറുപട്ടണങ്ങളിലെ വലിയ സ്റ്റോറുകളായി ഇവ മാറി. ഗ്രാമപ്രദേശങ്ങളിൽ ഇവർ വളർന്നുകൊണ്ടിരുന്നു. ഗ്രാമീണ മേഖലകളിൽ നിന്ന് നഗരാന്തര പ്രദേശങ്ങളിലേക്കും മെട്രോ നഗരങ്ങളിലേക്കും പിന്നീട് വാൾമാർട്ട് വ്യാപിച്ചു. ഇന്ന് യുഎസിലെ 50% ജനങ്ങൾ ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു വാൾമാർട്ട് സ്റ്റോറിന്റെ 5 മൈൽ ചുറ്റളവിനായിരിക്കുമെന്നുള്ളതാണ്. 90% പേർ 15 മൈൽ ചുറ്റളവിനും ഉണ്ടായിരിക്കും. ഉപഭോക്താക്കൾക്ക് മികച്ച വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ വാൾമാർട്ടിന് സാധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എണ്ണത്തിന്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. അവർക്ക് തങ്ങളുടെ സ്റ്റോറുകളിലൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മറ്റു കമ്പനികളെക്കാൾ മികച്ച നിരക്കിൽ വിലപേശി സപ്ലയർമാരിൽ നിന്നും ഉൽപ്പന്നമെടുക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് വാൾമാർട്ടിനെ റീറ്റെയിൽ മേഖലയിലെ മാർക്കറ്റിംഗ് ലീഡറാക്കി നിലനിർത്തുന്നത്. വാൾമാർട്ടിന്റെ വിജയത്തിന് മറ്റൊരു കാരണം സ്ഥാപനം മുറുകെ പിടിക്കുന്ന ചെലവ് ചുരുക്കൽ സംസ്കാരവും അവിടുത്തെ തൊഴിൽ അന്തരീക്ഷവുമാണ്.
ഉപഭോക്താവ് അവിടെ പോകുന്നത് എല്ലാ കാര്യത്തിലും ജീവനക്കാരുടെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചോ പ്രൗഢമനോഹരമായ അന്തരീക്ഷം പ്രതീക്ഷിച്ചോ അല്ല. അവർക്ക് ഏറ്റവും വില കുറവിലുള്ള ഉൽപ്പന്നം സമയം പാഴാക്കാതെ സ്റ്റോറുകളിലെ ഷെൽഫിൽ കണ്ടെത്താൻ കഴിയണം. ചെലവ് ചുരുക്കൽ നയം സ്ഥാപനത്തിന്റെ എല്ലാ തലങ്ങളിലും കാണാൻ കഴിയും. യാതൊരു ആഡംബരങ്ങളുമില്ലാതെ കോർപ്പറേറ്റ് ഓഫീസ് മുതൽ എല്ലാ എക്സിക്യൂട്ടീവുകളും തങ്ങളുടെ വേസ്റ്റ് സ്വയം നിർമ്മാർജ്ജനം ചെയ്യണമെന്ന നയം വരെ ഓരോ കാര്യത്തിലും വാൾമാർട്ട് ചെലവ് ചുരുക്കൽ രീതി മുറുകെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഉൽപ്പന്നങ്ങൾ വില കുറവിൽ നൽകാനും കഴിയും. വെയർ ഹൌസുകളെ പോലെ തോന്നിക്കുന്ന സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളെ ഒരുക്കിയിട്ടുള്ളൂ. Forbes.com പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വാൾമാർട്ടിന്റെ ചെലവ് ചുരുക്കൽ നയം കുറഞ്ഞ വിലയ്ക്ക് വിൽക്കണമെന്ന അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഉപഭോക്തൃ സേവനത്തിന് വാൾമാർട്ട് കൊടുക്കുന്ന പ്രാധാന്യമാണ് വാൾമാർട്ടിന്റെ വിജയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഉപഭോക്തൃ സേവനത്തെക്കുറിച്ചുള്ള സാം വാൾട്ടന്റെ മനോഭാവം അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒരു മേലധികാരിയേ ഉള്ളൂ, അത് ഉപഭോക്താവാണ്. ഉപഭോക്താവിന് കമ്പനിയിലെ ചെയർമാൻ മുതലുള്ളവരെ പിരിച്ചുവിടാൻ കഴിയും, അതും വളരെ ലളിതമായ നടപടിയിലൂടെ, തന്റെ പണം വേറെ എവിടെയെങ്കിലും ചെലവഴിച്ചുകൊണ്ട്. വാൾട്ടന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാ ശനിയാഴ്ചകളിലും ജീവനക്കാരെ അവരുടെ കഴിവിന്റെ പരമാവധി ജോലി ചെയ്യാൻ പ്രചോദിപ്പിക്കാറുണ്ട്. മീറ്റിംഗ് സംഘടിപ്പിക്കുമായിരുന്നു. 1992 സാം അന്തരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശ്രയം മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും പിൻതലമുറകൾക്ക് സാധിച്ചു. സാമിന്റെ മക്കളായ ജിം വാൾട്ടൺ, റോബ് വാൾട്ടൺ, ആലിസ് വാൾട്ടൺ എന്നിവർ ഇന്ന് വാൾമാർട്ടിനെ കൈകാര്യം ചെയ്യുന്നു. വാൾമാർട്ടിന്റെ 46% ഓഹരിയും ഈ കുടുംബത്തിന്റെ കൈവശവുമാണുള്ളത്.